ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിലൊന്ന് സങ്കല്പിക്കുക. വർഷം 2045 ഒരു സാധാരണ പ്രഭാതം. നിങ്ങൾ ഉണരുന്നു, ഫോൺ പരിശോധിക്കുന്നു, ഫോണിലെ നോട്ടിഫിക്കേഷൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജോലി ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് വിജയകരമായി മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. മറ്റു മുന്നറിയിപ്പുകളൊന്നുമില്ല. മീറ്റിംഗ് ഇൻവിറ്റേഷൻസ് ഇല്ല, വിടുവാങ്ങൽ ഇമെയിലുകളില്ല. നിങ്ങളുടെ ഒഫീഷ്യൽ കലണ്ടർ പെട്ടെന്ന് ശൂന്യമാകുന്നു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നഗരം വിചിത്രമായ രീതിയിൽ നിശബ്ദമാണ്. ട്രെയിനുകൾ ഓടുന്നുണ്ട്, ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ട്രെയിനുകൾ ഇപ്പോഴും തിരിയുന്നുണ്ട്. പക്ഷേ തിരക്കുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. പൊതു ഡിജിറ്റൽ സ്ക്രീനിൽ നിന്നും അപ്പോൾ ഒരു അറിയിപ്പ് വരുന്നു. ഗ്ലോബൽ പ്രൊഡക്ടിവിറ്റി ടാർഗറ്റ്സ് ഹാവ് ബീൻ മെറ്റ്. ഹ്യൂമൻ ലേബർ റീഡിപ്ലോയ്മെന്റ് കംപ്ലീറ്റ്. ആഗോള ഉൽപാദനക്ഷമതാ ലക്ഷ്യങ്ങൾ കൈവരിച്ചു. മനുഷ്യന്റെ തൊഴിൽ പുനർവിന്യാസം പൂർണ്ണമായി. കലാപങ്ങളൊന്നുമില്ല, എങ്ങും കാതടപ്പിക്കുന്ന നിശബ്ദത മാത്രം. ഡെഫനിങ് സൈലൻസ്. ഇതൊരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നാം. എങ്കിലും AI വളർച്ച ഈ തരത്തിലാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ഇങ്ങനെയാവും നമ്മളിൽ പലരും ചിന്തിച്ചിരിക്കുന്നത്. യന്ത്രങ്ങൾ നമ്മെക്കാളും വേഗത്തിൽ ചിന്തിക്കുകയും നമ്മെ മറികടക്കുകയും നിശബ്ദമായി നമ്മെ അപ്രസക്തരാക്കുകയും ചെയ്യുന്ന ആ ഒരു ലോകം.